അതിനർത്ഥം ഭർത്താവ് തല്ലുന്നതും സഹിച്ച് ആട്ടും തുപ്പും സഹിച്ച് അയാളുടെ ആക്രോശങ്ങളും കേട്ട് വീട്ടിനകത്ത് കണ്ണീരുമായി ഒതുങ്ങണം എന്നല്ല. അങ്ങനൊന്നും ഖുർആൻ പറഞ്ഞില്ല. ആണിന് പെണ്ണിനെ മൊഴി ചൊല്ലാൻ പറ്റുമോ? പെണ്ണിന് ആണിനെ മൊഴി ചൊല്ലാൻ പറ്റുമോ? ശിർക്കുണ്ടോ നമ്മൾ നോക്കണം. ഏത് ഔലിയെ വിളിച്ചാലും ശിർക്കാണ്, വിളിക്കാൻ പാടില്ല. ഏത് തീയപടവിനെ വിളിച്ചാലും ശിർക്കാണ്, വിളിക്കാൻ പാടില്ല. ഏത് കബറിനെ പോയാലും ശിർക്കാണ്, വിളിക്കാൻ പാടില്ല. പിന്നെ ശിർക്കാണ് തോന്നിയിട്ടുണ്ട്. അവസാനം ഒരു ദിവസം ഈ ഭർത്താവിന്റെ മയ്യത്ത് വീട്ടിൽ കൊണ്ടുപോയി വെക്കും. വീട്ടിന്റെ നടുവിന് അകത്ത് കുട്ടികൾക്ക് കയറാൻ സമ്മതിക്കാതെ, ആൾക്കാരെ ഇരിക്കാൻ സമ്മതിക്കാതെ നിങ്ങളൊക്കെ തൂത്ത് തുടച്ച് കൊണ്ടുവന്നൊരു സ്ഥാനമുണ്ട്, സോഫ. മയ്യത്തോട് കൊണ്ടുവരുമ്പോൾ ആദ്യം തന്നെ ആ സോഫ എടുത്ത് നോക്കണം പുറത്തേക്ക്. ഇതിന് മയ്യത്ത് വീടിന്റെ നടുവിലെ റൂം കൊണ്ടുപോയി വെക്കും. പിന്നെ ഒന്നും നടക്കൂല. നിങ്ങളുടെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് സാരമില്ലട്ടോ, ഞാൻ ചെയ്തതൊക്കെ ഒന്ന് പൊറുക്കണട്ടോ എന്ന് പിന്നെ പറയാൻ ചാൻസ് ഇല്ല. 4 മാസം 10 ദിവസവും ആ പെണ്ണ് ആ വീട്ടിനകത്ത് ഇരിക്കും. ഈ 4 മാസവും 10 ദിവസവും ആ പെണ്ണിന്റെ തലച്ചോറിനകത്ത് പല പല ശബ്ദങ്ങളും ഇങ്ങനെ നിറയും. ഭർത്താവിനോട് ആക്രോശിച്ചതും തെറ്റിയതും പ്രശ്നമുണ്ടാക്കിയതും ജീവിക്കാൻ മറന്നുപോയതും. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് കുറ്റബോധം പേറി മരണം വരെ ഒരു ജീവിതമാണ്. പിന്നെ ഖുർആൻ തന്നെ നിസ്കാരക്കുപ്പായത്തിൽ നിന്ന് പുറത്തിറങ്ങൂല. പക്ഷേ ഭർത്താവിനോട് ചെയ്തത് ഭർത്താവ് പുറത്തില്ലെങ്കിൽ നാളെ പരലോകത്ത് പ്രിയമുള്ളവരെ പർത്തം പുറത്തില്ല. ഭാര്യന്റെ മയ്യത്ത് പുറേ കൊണ്ടുവെക്കുമ്പോ അവളുടെ മുഖത്ത് നോക്കി വിങ്ങിപ്പൊട്ടി കരഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അവളോട് പിന്നെ ഒന്നും പറയാൻ പറ്റൂല. മയ്യത്തിന്റെ നെറ്റി ഇങ്ങനെ തൊട്ടു ചെയ്യണങ്ങള്, നമ്മളെ നെറ്റി ഇങ്ങനെ തൊട്ടാ ഇളകും. മയ്യത്തിന്റെ നെറ്റി ഇങ്ങനെ ഉറച്ചു കിടക്കും, തണുപ്പുണ്ടാവും. മരണത്തിന്റെ തണുപ്പ് അതിങ്ങനെ ഉറച്ചു കിടക്കും. ആ തണുത്തുറഞ്ഞ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് മരിച്ചു കിടക്കുന്ന പ്രിയതമയുടെ മുഖത്തേക്ക് 2 തുള്ളി കണ്ണീരിറ്റിച്ചിട്ട് അവളത് കേൾക്കൂല. മരിക്കുന്നതിന് മുമ്പ് ചെയ്തതെല്ലാം നാളെ പരലോകത്ത് ഒന്നൊന്നായി ഏറ്റുപറയേണ്ടി വരുമെന്ന ബോധമാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തെ നന്നാക്കേണ്ടത്. അതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പെണ്ണുങ്ങളെ ഭാഗത്തുണ്ടാവും, ആണുങ്ങളെ ഭാഗത്തുണ്ടാവും. ആരാണോ പൊറുക്കുന്നത് അവൻ അള്ളാഹു പരലോകത്ത് പൊറുക്കും. ആരാ പൊറുക്കുന്നത്? അവൻ പരലോകത്ത് പൊറുക്കും. അതിനർത്ഥം ഭർത്താവ് തല്ലുന്നതും സഹിച്ച് ആട്ടും തുപ്പും സഹിച്ച് അയാളുടെ ആക്രോശങ്ങളും കേട്ട് വീട്ടിനകത്ത് കണ്ണീരുമായി ഒതുങ്ങണം എന്നല്ല. അങ്ങനൊന്നും ഖുർആൻ പറഞ്ഞില്ല. ആണിന് പെണ്ണിനെ മൊഴി ചൊല്ലാൻ പറ്റുമോ? പെണ്ണിന് ആണിനെ മൊഴി ചൊല്ലാൻ പറ്റുമോ? പെണ്ണിന് മൊഴി ചെല്ലാനല്ല, പെണ്ണിന് ആണിന് മൊഴി ചെല്ലാനല്ല. ഈ നാളെ തന്നെ പോയിക്കാണ്ട് മൊഴി വെക്കാൻ പറ്റില്ല. അതിന് പറഞ്ഞതല്ല. ഞാൻ ഈ പെണ്ണിനെയാണ് ഇസ്ലാം കൂടുതൽ കാര്യങ്ങൾ നൽകിയതെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരാള് കല്യാണം കഴിച്ചു, ഭാര്യയ്ക്ക് മാനസിക രോഗമാണ്, ആ ഭാര്യനെ ഒഴിവാക്കാൻ അയാൾക്ക് അനുമതിയില്ല. അള്ളാഹു ചോദ്യം ചെയ്യും. അയാൾക്ക് രണ്ടാമതൊരു കല്യാണം കഴിച്ചാൽ. കല്യാണം കഴിച്ചു, ഭാര്യയ്ക്ക് ശാരീരികമായ അസുഖങ്ങളുണ്ട്, ഒഴിവാക്കാൻ പറ്റില്ല. അയാൾക്ക് രണ്ടാമത് കല്യാണം കഴിക്കാം. ഭാര്യയെ കല്യാണം കഴിച്ചു, അവർക്ക് ലൈംഗികമായിട്ട് പ്രശ്നങ്ങളുണ്ട്, ഒഴിവാക്കാൻ പറ്റില്ല. അയാൾക്ക് രണ്ടാമത് കല്യാണം കഴിക്കാം. ആള് കല്യാണം കഴിച്ചു, ഭാര്യയ്ക്ക് കുട്ടികളുണ്ടാവില്ല, ഒഴിവാക്കാൻ പറ്റില്ല. അയാൾക്ക് രണ്ടാമത് കല്യാണം കഴിക്കാം. തിരിച്ചെത്തിച്ചോക്ക്. ഒരു പെണ്ണ് കല്യാണം കഴിച്ചു, ഭർത്താവിന് മാനസിക രോഗമുണ്ട്, പെണ്ണെന്തായിട്ട് ജീവിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ആ പെണ്ണിനെ ഒഴിവാക്കി അടുത്ത ജീവിതത്തിലേക്ക് പോകാം, അനുമതിയുണ്ട് ഇസ്ലാമിന്റെ. ഒരാള് കല്യാണം കഴിച്ചു, അയാൾക്ക് ശാരീരിക രോഗമുണ്ട്, നിർബന്ധപൂർവ്വം നിൽക്കണമെന്നില്ല. നിങ്ങൾക്ക് തൊട്ടുവേണമെങ്കിൽ നിൽക്കാം, നിർബന്ധമൊന്നുമില്ല. അയാളെടുത്ത് നിന്ന് കിട്ടാനുള്ളത് കിട്ടാതെ നിങ്ങൾ തെറ്റിപ്പോകുമെന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എങ്കിൽ നിങ്ങൾക്ക് അയാൾ ഒഴിവാക്കാൻ കല്യാണം കഴിക്കാം. അയാൾക്ക് കുട്ടികളുണ്ടാവില്ല, നിങ്ങൾ കഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്ക് കുട്ടി വേണോ എങ്കിൽ നിങ്ങൾക്ക് അയാൾ ഒഴിവാക്കാൻ കല്യാണത്തിന് പോകണം. അപ്പൊ ആർക്കാ ഇസ്ലാം ഡൈവോഴ്സിന് അനുമതി എങ്കിൽ? ഞാൻ ഈ ചെറുപ്പക്കാരത്തിൽ പെണ്ണോടായിരിക്കുന്നു. ആർക്കാണ്? ആണ് പെണ്ണിനാണ്. അപ്പൊ പെണ്ണിന് തന്നെയാണ് അവകാശങ്ങൾ തരുന്നത്. ഈ പെണ്ണ് തന്നെയാണ് കുടുംബത്തിനകത്തെ സമാധാനം കൊണ്ടുവരേണ്ട അംബാസിഡർമാർ. സ്റ്റാറ്റസ് ഇതിങ്ങനെ നോക്കുക. എന്റെ കൂടെ പഠിച്ച ഉമ്മക്കുൽസുവിന്റെ സ്റ്റാറ്റസ് ദുബായിലാണ്. പാലത്തിനൊക്കെ എന്ത് രസം. മറ്റ് എല്ലാരും സ്റ്റാറ്റസ്. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവസാനം ഈ പെണ്ണ് ഫോൺ വെച്ച് തീരുമാനിച്ചു എനിക്ക് കിട്ടിയ ഒരു ഫോൺ. ദുബായും ഇല്ല, പയ്യോളിയും ഇല്ല, മൈലാണ്ടിയും ഇല്ല, അല്ലേ?
അയാൾ ചെയ്തതൊക്കെ മറന്നു. സ്റ്റാറ്റസ്, ഈ സ്റ്റാറ്റസ് ഇട്ടതിനൊക്കെ ജീവിതം മഹാ പൊറത്ത ജീവിതം. ഫോട്ടോ എടുത്തിട്ടൊന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്റ്റാറ്റസ് നോക്കി അസംതൃപ്തമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ പെണ്ണുങ്ങൾ ഫുള്ള് സ്റ്റാറ്റസാണ്. ഇത് ഓർക്കൊരു സ്റ്റാറ്റസും ഇല്ല. അവര് മനസ്സിലാക്കാതെ എന്റെ സ്റ്റാറ്റസ് പോയി. നിങ്ങൾ ദയവ് ചെയ്ത് ഈ സ്റ്റാറ്റസ് കാണില്ല. ഇത് നിർത്തി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സുഖം കിട്ടും ജീവിതത്തിൽ. എന്നിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുക സ്റ്റാറ്റസ് എവിടൊക്കെയാ വലിയ പോയില്ലേ. അത് ഒറ്റ പ്രാവശ്യം പോയതൊക്കെ ദുബായിൽ ആകെ കല്യാണം കഴിഞ്ഞിട്ട് ഒറ്റ പ്രാവശ്യം പോയിണ്ടാവുള്ളൂ. ഒരു ഫോട്ടോ ഒന്നിടും, ഒരു ഫോട്ടോ 6 മാസം കഴിഞ്ഞിടും. നമ്മൾ വിചാരിക്കും ഇവരെ 6 മാസം കൊണ്ടു ദുബായിലാണ്. എന്നിട്ട് വെറുതെ നമ്മളെ മനസ്സാകെ പ്രശ്നമാക്കാം. ആരാന്റെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതിന് തുല്യമാണ് സ്റ്റാറ്റസ് നോക്കുന്നത്. ഇസ്ലാമിന്റെ ചട്ടക്കൂടിനകത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവര്, ജീവിതം ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും പ്രധാനം, ഏറ്റവും വലിയ പാപം ഒന്ന് ശിർക്കാണ്. ഇന്ന ശിർക്ക നല്ലത് അവർ ശിർക്കാണ്. ശിർക്ക് എന്നത് എത്ര ചെറുതും വലുതാണ്. കറുത്ത പാറയിലൂടെ കറുത്ത ഒരു കട്ടുറുമ്പ് ഇഴഞ്ഞു പോകുന്ന പോലെ ശിർക്ക് വരുന്ന അല്ലാത്ത ആരെ വിളിച്ച് പ്രാർത്ഥിക്കലും ശിർക്കാണ്. ആരെ വിളിച്ചാലും ശിർക്കാണ്. ഒരു കോംപ്രമൈസും ഇല്ല. ഒരു കോംപ്രമൈസ്. റസൂൽ ഈ ഇസ്ലാമിനെ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കി മാറ്റി. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു പെൺകുട്ടി ഇങ്ങനെ വരികയാണ്. അവള് കല്യാണം കഴിക്കാൻ ആ കുട്ടിക്ക് താല്പര്യമില്ല. കല്യാണം കഴിക്കാൻ ഈ കുട്ടിക്ക്. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോ ഈ കുട്ടി പറഞ്ഞു, കല്യാണമൊക്കെ കഴിച്ചാലേ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ചോദിച്ചാൽ എന്താ വളരെ പ്രശ്നം? ഈ കുളി ഉണ്ടല്ലോ, ജനാപത്ത് കുളി. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഒരു ആർത്തവ ചക്രം പൂർത്തിയാകുമ്പോൾ കുളിക്കണം. കല്യാണം കഴിഞ്ഞാൽ ആ കുളി ഒരുപാട് വേണം. ഞാൻ ചോദിച്ചാൽ എന്താ കുഴപ്പം? നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് പ്രശ്നം. ആ പെണ്ണ് പറയാം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഈ മെൻസസ് തുടങ്ങിക്കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകുന്ന ഓരോ മുടിയും പെറുക്കിയേക്കണം. ഓരോ മുടിയും ബാത്റൂമിൽ നിന്ന് കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാത്റൂമിന്റെ ഓട്ടന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് പെറുക്കുന്നത് ഓരോ മുടി. ഈ മുടിയൊക്കെ നരകത്തിലാണ്. മുറിക്കുന്ന നഖമൊക്കെ എടുത്തേക്കണം. എന്നിട്ട് മെൻസസ് കഴിഞ്ഞ് കുളിക്കുമ്പോ മുടിനെ കുളിപ്പിക്കണം. കയ്യത്ത് നഖം കുളിപ്പിക്കണം. എന്നിട്ട് കളയണം. ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, പിന്നെ പുറത്തു പോണ എല്ലായിടത്തൊക്കെ ഉണ്ട്. മുടിയും പിന്നെ നഖം മാത്രം പോരല്ലോ. ഒരു വലിയ ഡ്രമ്മിൽ അപ്പി എടുത്തേക്കണം, വേറൊരു വലിയ ഡ്രമ്മിൽ മൂത്രം എടുത്തേക്കണം. ഇതൊക്കെ പിന്നെ നരകത്ത് പോലെ 7 ദിവസമൊക്കെ നിർത്തക്കണമെങ്കിൽ വലിയ ഡ്രമ്മ് വേണ്ടി, മഴക്കാലക്കണമെങ്കിൽ നല്ല മൂടിമ വേണ്ടി. ഇതെന്തുകൊണ്ടാണെന്നറിയോ? റസൂല് പഠിപ്പിച്ചു തന്ന ഒരു സാധനം മാത്രമേ ഒരു മുസ്ലിമിന് നോക്കേണ്ടതുള്ളൂ. ആരെങ്കിലും എഴുതിയ ഏതെങ്കിലും കിതാബോ കാര്യങ്ങളോ അനുസരിച്ചുള്ള പ്രശ്നം. റസൂൽ സല്ലല്ലാഹു എടുത്തൊരു പെണ്ണ് വന്ന് പറയുന്നത്, റസൂലെ കുളിക്കുമ്പോൾ ഭയങ്കര പ്രശ്നം, വലിയ മുടിയാണ്, ഞാൻ ഈ ഇല്ലാതൊക്കെ ഒരു ബുദ്ധിമുട്ട്. റസൂൽ ആ പെണ്ണോട് പറഞ്ഞു, മുടി നീ അത് കെട്ടിവെക്കുക, നേരെക്കൂടി വെള്ളമൊഴിച്ചാൽ മതി. ശരി, ഇത്ര എളുപ്പമാക്കിയ ഇതിനെയാണ് ഈ ബാത്റൂമിന്റെ ഓട്ടയെ കല്ലിട്ടാണ്ട് മുടി എടുത്തിട്ട് അല്ലാതെ കൊണ്ടേക്കുക. ഈ പുരോഹിതന്മാരാണ് നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നവരാണ് ഇത് മുഴുവൻ ഇത്രമേൽ ദുഷ്കരമാക്കിയത് നിങ്ങൾ നോക്കണം. അതുകൊണ്ട് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശിർക്ക് വരാതിരിക്കണം. അള്ളാഹ് അല്ലാതെ ആരോട് ചോദിച്ചാലും ശിർക്കാണ്. അത് ഏതാണെങ്കിലും എന്നത് വലിയ പാപങ്ങളിൽ ഒന്നാണ്. വ്യഭിചാരം ഇസ്ലാമിൽ ആണും പെണ്ണും ലൈംഗികമായി ബന്ധപ്പെടുന്നത് മാത്രമല്ല, നോട്ടം, സംസാരം, നാവുകൊണ്ട്, കണ്ണുകൊണ്ട്, ലൈംഗികാവയവം കൊണ്ടൊക്കെ വ്യഭിചാരമാണ്. മൊബൈൽ ഫോണിന്റെ ആധുനിക ലോകത്ത് ഈ വ്യഭിചാരത്തെ ശ്രദ്ധിക്കണം. അപ്പൊ രണ്ടാമത്തെ കാര്യം വ്യഭിചാരമാണ്. ശിർക്കുണ്ടോ നമ്മൾ നോക്കണം. ഏത് ഔലിയെ വിളിച്ചാലും ശിർക്കാണ്, വിളിക്കാൻ പാടില്ല. ഏത് സിയപടവിനെ വിളിച്ചാലും ശിർക്കാണ്, വിളിക്കാൻ പാടില്ല. ഏത് കബറിനെ പോയാലും ശിർക്കാണ്, വിളിക്കാൻ പാടില്ല. പിന്നെ ശിർക്കാണ് ഏറ്റവും വലിയ പാപമാണ്. 2, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സാധനം വ്യഭിചാരമാണ്. ഈ വ്യഭിചാരം എന്തെങ്കിലും ചെറിയ രൂപത്തിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കുടുംബം തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളിലൊന്നും ഈ വ്യഭിചാരമാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ അകത്ത് കൂടെ ഈ വ്യഭിചാരം കയറി വരുന്നതിനെ ശ്രദ്ധിക്കണം. എന്നിട്ട് കൃത്യമായ ഒരു ബോധത്തോടെ മക്കളെ കൃത്യമായി നന്നാക്കണം എന്ന് നിങ്ങൾ
വ്യക്തമായി നിങ്ങൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. റെഡി? മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. മൂന്നാമത്തെ കാര്യം, ദുനിയാവിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം കുടുംബമാണ് എന്ന് മനസ്സിൽ എപ്പോഴും പറയണം. ആണും പെണ്ണും ഈ ദുനിയാവിൽ അള്ളാഹ് നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം കുടുംബമാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇത് നമ്മൾ മനസ്സിൽ എപ്പോഴും ഓർക്കണം. എന്റെ അനുഗ്രഹമാണ് നോക്കണം. ഒരു മുസ്ലിമിന് ആസ്വാദനം എന്ന് പറയുന്ന സാധനം മനുഷ്യന്മാർക്കൊക്കെ ഉണ്ട്. ഈ സിനിമാ തിയേറ്ററും നാടകവും ഷോർട്സും ഗാനമേളയും ഉണ്ടോ, ആഘോഷങ്ങളും പിന്നെ ഓരോരോ ഇതൊക്കെ ഉണ്ടാവില്ല, നമ്മളെ ഈ സെയിൽ നടക്കുന്ന സ്ഥലങ്ങൾ കണ്ടില്ലെങ്കിൽ മാളുകൾ, ഇതൊക്കെ മനുഷ്യനെ ആസ്വദിക്കാൻ പാടും. മുസ്ലിമിന് ഗാനമേള പറ്റില്ല, സിനിമ പറ്റൂല, ആറാമാണ്. പാട്ടും ഡാൻസും പറ്റൂല, DJ പാർട്ടിക്ക് പോകാൻ പറ്റൂല. മുസ്ലിമിനെ ആസ്വദിക്കാൻ വേണ്ടി അള്ളാഹ് തന്നത് കുടുംബ വസ്ത്രമാണ്. ഞാൻ അടുത്ത കാര്യം അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഒരൊറ്റ വാക്ക് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞു, അവരുടെ ലഹരിയെ കുറിച്ച് പറഞ്ഞു, അവരുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു. ആൺകുട്ടിയെ ശ്രദ്ധിക്കണം. ആൺകുട്ടി തെറ്റിപ്പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമിതമായ സ്വാതന്ത്ര്യം അവരെ കൊടുക്കുന്നതാണ്. പെൺകുട്ടിയെ മാത്രം പിടിച്ചു വെച്ചാൽ പോരാ, ആൺകുട്ടിയെ പിടിച്ചു വെക്കണം. രാത്രി പുറത്തു വിടാൻ അനുവദിക്കരുത് ഒരു ആൺകുട്ടിയെ, പെൺകുട്ടിക്ക് മാത്രമല്ല. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലുള്ളത് ലഹരിയാണ്. ലഹരി നിങ്ങൾക്കറിയോ, 2022 ജനുവരിയിൽ ന്യൂ ഇയർ ആഘോഷം നടക്കുന്ന സമയം ഒരാഴ്ച ന്യൂ ഇയറിന്റെ ജനുവരി 1-ന്റെ 3 ദിവസം മുമ്പും ജനുവരി കഴിഞ്ഞ് 3 ദിവസം എന്ന് പറഞ്ഞാൽ 27-ാം തീയതി ഡിസംബർ 27 മുതൽ ജനുവരി 3 വരെ കേരളത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നിരോധനാജ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഈ കഴിഞ്ഞ 2022 നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഗവൺമെന്റ് കാരണം പറഞ്ഞത് കോവിഡ് പടർത്തുന്നു. രാത്രി 10 മണി മുതൽ നേരം പുലരുന്നവരെ നിരോധനാജ്ഞയാണ്. യാതൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഒന്നും പാർട്ടികളോ ഡാൻസോ ഒക്കെ ഗവൺമെന്റ് നിരോധിച്ചു. കാരണം എന്താ പറയുക? 1000 കിലോ മയക്കുമരുന്നുകളാണ് അത്രേ കോഴിക്കോട്ട് ഇറങ്ങിയത്. 1000 കിലോ. ഒരു ചാക്ക് അരി 50 കിലോ, 10 ചാക്ക് അരി 500 കിലോ, 20 ചാക്ക് അരി 1000 കിലോ. 20 ചാക്ക് അരി നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ? അത്രയും മയക്കുമരുന്ന് കോഴിക്കോട് മാത്രം അങ്ങാടിയിൽ. അത്രക്ക് തന്നെ മലപ്പുറത്തും അതിനപ്പുറം എറണാകുളത്തും ഇറങ്ങിയത്. മയക്കുമരുന്ന് ഇറങ്ങിയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തു ഗവൺമെന്റിന്. ഈ മയക്കുമരുന്ന് മുഴുവൻ ഉപയോഗിക്കുന്നത് നിങ്ങളെ വാപ്പയമ്മ അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവുമല്ല, മക്കളാണ്, ആൺകുട്ടികളാണ്. ഇപ്പൊ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളാണ്. ശ്രദ്ധ വേണം. ഈ മയക്കുമരുന്നുമായി അടിച്ചു നടക്കുന്ന പെൺകുട്ടികളെ പ്രേമിക്കാണ്, ആൺകുട്ടികളെ പ്രേമിക്കാണ് പെൺകുട്ടികൾ. എന്നിട്ട് വീട്ടിന്റെ വാതിൽ തുറന്നു കൊടുത്ത് അകത്ത് കയറി എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചറിയുമ്പോഴേക്ക് ജീവിതം ഇല്ലാതാക്കിയ എത്രയോ കുട്ടികൾ. അതുകൊണ്ട് ആൺകുട്ടിയെ ശ്രദ്ധിക്കണം. രാത്രി പുറത്തു വിടാനും ശ്രദ്ധിക്കണം. കളി കാണാനാണെങ്കിലും അല്ലെങ്കിൽ വാപ്പാലും ശ്രദ്ധിക്കണം. ലഹരി നുഴഞ്ഞു പോകുന്നു നമ്മുടെ നാട്ടിൽ. യാതൊരു ഉറപ്പുമില്ലാതെ കുട്ടികൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവാക്കുന്നത് ലഹരി നിവൃത്തിക്കളഞ്ഞാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികള് ആൺകുട്ടികളെ ശ്രദ്ധിക്കണം. പെൺകുട്ടിയെ മാത്രം പുറകെങ്ങനെ അടച്ചിട്ടാ പോരാ, ആൺകുട്ടിയെയും കൂടുതൽ ശ്രദ്ധിക്കണം. ഒരു സോഫ എന്താ രസം തരും, ഇങ്ങനെ ഇരുന്നാല് തൂവില് പോലെ ഒരു സുഖം തരും. 1.5 ലക്ഷം രൂപയാണ് മാപ്പ സോഫ വാങ്ങിയത്. ആ സോഫ വാങ്ങി പുരയിൽ കൊണ്ട് ഇട്ട വീട്ടിലെ 9ാം ക്ലാസ്സുകാരൻ ചെക്കൻ, അവൻ രാത്രി മുഴുവൻ അങ്ങാടിയിൽ കാറിടിച്ച് മറിഞ്ഞു വീണൊരു പോസ്റ്റ് ഉണ്ട്. അത് ചെക്കന്മാരൊക്കെ കൂടി 2 കല്ലുമൽ ഇങ്ങനെ പൊതിച്ചിട്ടുണ്ട്. ആ പോസ്റ്റുമലാണ് ഈ ചെക്കൻ രാത്രി മുഴുവൻ. ഈ പതുപതുത്ത സോഫ വീട്ടിലുണ്ടായിട്ട് ചെക്കൻ ഇരിക്കുന്നത് ഇരുന്നാൽ ചന്തി വേദനിക്കുന്ന ഈ പോസ്റ്റുമലാണ്. ഈ ചെക്കനോട് ചോദിച്ചു എന്തിനാണ് ആ പുരയിൽ 1.5 ലക്ഷം രൂപയുടെ സോഫ ഉണ്ടല്ലോ അവിടെ ഇരുന്നൂടെ ചോദിച്ചാൽ ചെക്കന്റെ മറുപടി എന്താണ്? അവിടെ ഇരുന്ന സൂര്യ സമാധാനം ചെയ്യുകയാണ്. ഈ ചന്തി വേദനയാകുന്ന പരിമരുത്ത പോസ്റ്റിന്റെ മുകളിൽ ഇരുന്ന സൂര്യ സമാധാനം ചെയ്യുന്നതാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും പുരയിൽ നിൽക്കണമെങ്കിൽ ആ പുരക്കകത്ത് സൂര്യനും സമാധാനം കൊണ്ടുവരണം. അത് വീടിന് ഉണങ്ങാൻ കിട്ടില്ല, നിങ്ങൾ ഉണ്ടാക്കണം. എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, ആധുനിക ലോകത്തെ മക്കളെ
ആധുനിക രീതികൾ ഉപയോഗിച്ച് വളർത്താനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. ആ ശ്രമത്തിന്റെ തുടക്കമാവണം ഇന്നത്തെ ഈ ക്ലാസ്. എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് എന്നെ കേട്ട പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ റഹ്മാനാണ് ഏറ്റുവാങ്ങുന്നത് സീന മറിയം, ഫിദ ഫാത്തിമ, മുഹമ്മദ് ബിലാൽ, നഹല എംപി, ആദിൽ ഷാൻ. വിദ്യാർത്ഥിനികളെ അനുമോദിക്കുന്ന ചടങ്ങാണ്. ഞങ്ങൾ അരമണിക്കൂർ മുമ്പേ ഇവിടെ എത്തിയിട്ടുണ്ട്. പുറത്ത് ജവഹർ മാഷിന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിനും ഈ സമുദായത്തിനുമൊക്കെ കരുത്താകുന്ന രീതിയിൽ വളർന്ന് പടർന്ന് സമൂഹത്തിന്റെ ഭാഗമായി ഉന്നതങ്ങൾ കീഴടക്കി മുന്നോട്ട് പോകാറുണ്ട്. നേരത്തെ മാഷ് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം രക്ഷാകർത്തൃത്വത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പാരന്റിംഗ് എന്ന് പറയുന്നത് അതിസങ്കീർണമായ ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് പ്രതികരിച്ചപ്പോൾ അത് തന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. എന്റെ മൂത്ത മകൾ ബികോമിന് വടകരയിൽ പഠിക്കുകയാണ്. അവളെ കൈയേറ്റം ചെയ്യാൻ നോക്കുന്നു, ഇളയ കുട്ടിയെ അടിക്കാൻ നോക്കുന്നു. ഇത് പറഞ്ഞ് പിന്നീട് സംസാരം മുറിഞ്ഞ് സ്വരമൊക്കെ ഇടറി ഇടറി അവർ കുറേ നേരം ഉണ്ടാകുന്നു. എനിക്ക് അവർ കരയാണ്. നമ്മുടെ നാടിൽ ലഹരി ഉണ്ടാക്കി വെക്കുന്ന, കുടുംബങ്ങളിൽ അത് ഉണ്ടാക്കി വെക്കുന്ന, അത് വരുത്തിയേക്കാവുന്ന ഛിദ്രതകളെ കുറിച്ച് ആ സഹോദരി പറഞ്ഞപ്പോൾ മാത്രമല്ല നമുക്ക് ഓർമ്മ വന്നു. നമ്മൾ നിരന്തരമായി ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ വളരെ അപകടകരമായ രീതിയിലാണ് ലഹരി പോകുന്നത്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ബാല്യവും കൗമാരവും ഒക്കെ തന്നെ അതിന്റെ ചാബല്യങ്ങളിൽപ്പെട്ട് ലഹരിക്ക് അടിമകളായി അതിന്റെ കരിയേഴ്സായി മാറുന്ന ഒരു വർത്തമാനത്തിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളിൽ വളരെ ചെറിയ പ്രായം തൊട്ടേ കുട്ടികൾക്ക് ലഹരി വിരുദ്ധമായ അവബോധം നൽകുക, ലഹരിയെ കുറിച്ചുള്ള അവബോധം നൽകുക, അത് സൃഷ്ടിച്ചേക്കാവുന്ന ഭീതിജനകമായ സാമൂഹിക ക്രമത്തെക്കുറിച്ച്, താളം തെറ്റുന്ന കുടുംബ ബന്ധങ്ങളെ കുറിച്ചൊക്കെ വളരെ ചെറിയ പ്രായത്തിലെ നിങ്ങൾ അവരുടെ പാഠ്യേതര വിഷയങ്ങളിൽ ഇടപെടുന്നതോടൊപ്പം അതിനുകൂടി ഇടപെടണമെന്ന് പ്രവർത്തിക്കുകയാണ് ഈ പരിപാടിയിൽ. ഉണ്ടാകണം എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ക്ലാസ് നമുക്ക് എടുത്ത ആ മാന്യദേഹത്തിന് ആദ്യമേ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ക്ലാസ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയത്. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ ക്ലാസ് ഒരുപാട് മാറ്റങ്ങളുണ്ടാകട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബമാക്കി തീർക്കുവാനുള്ള പ്രയത്നം ഇനിയും നമ്മിലേക്ക് സന്നിവേശിച്ചുകൊണ്ട് കൂടുതൽ പഠിച്ചുകൊണ്ടും ഇങ്ങനെയുള്ള ക്ലാസുകൾ കേട്ടുകൊണ്ടും പാരമ്പര്യമായ ജീവിതം വിജയിക്കുവാനുള്ള മക്കളെ വളർത്തിയെടുക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയുമാണ്. ദീനീ പ്രബോധന രംഗത്ത് ഒരുപാട് സേവനങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മുടെ വാർഡ് കൌൺസിലർ ഫാസിൽ പി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അതുപോലെ ഈ മഹത്തായ വേദി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ഈ മഴയത്തും ഇതിനു വേണ്ടിക്കൊണ്ട് പ്രവർത്തിച്ച സംഘാടക സമിതികൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ മഹത്തായ സംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വന്തം പേരിലും വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അരിക്കുളം കാവുംവട്ടം യൂണിറ്റിന്റെ പേരിലും നന്ദി അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ പാരമ്പര്യമായ ജീവിതത്തിൽ ഇഹലോക വിജയത്തിനും വേണ്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.